ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷീതു ലാബ്സ്റ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലെ ലുലു മാളിലെ ഫൺ ടൂറിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഫൺ ടൂറിലെ കാർഡിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഇതിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 3540 ആയിരുന്നു. അപ്പോൾ നമുക്ക് 6000 പോയിന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ കാർഡിൽ. അതാണ് കേട്ടോ നമ്മളിതിൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് കിട്ടും. ഈ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റൈഡിലും കയറുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്കുള്ള ഒരുപാട് റൈഡുകൾ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കുള്ള ഒരുപാട് റൈഡുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അവിടെ. എന്ന് വെച്ചാൽ ശരിക്കും അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ മൊത്തം ലൈറ്റിങ്ങും എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റൈഡിലും കയറുന്നത്. പിന്നെ ഭയങ്കര കളർഫുൾ ആണ്. കുറേ ടോയ്സ് പോലത്തെ ഒരുപാട് റൈഡുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് വീഡിയോ ഗെയിംസ് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം ഒരു 90-100 സംതിങ് ആ റേറ്റിലാണ് വരുന്നത്. പിന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റൈഡുകളും എല്ലാം ഉണ്ട്. എല്ലാം ഒരു 100 റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡാണ് സീറോ ഗ്രാവിറ്റി ഇട്ടാണ്. ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് കയറിയത്. പക്ഷെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും പോകുന്നത് വെച്ചെങ്കിൽ മിസ് ചെയ്യരുത് കേട്ടോ. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതുപോലെ കുഞ്ഞു ഹൗസിൻ്റെ മുകളിലുള്ള റൈഡ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കാണാൻ. പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് റൈഡുകളുണ്ട്. പിന്നെ ടോയ് കേച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടോയ് കേച്ചേഴ്സ് നമ്മൾ ഇതുപോലെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ടോയ്സ് എടുക്കാം. പക്ഷേ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടില്ല. അത്ര എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ആ കാർഡിൻ്റെ ഇത് കളയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അത്രയധികം റൈഡുകളുണ്ട്. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരുപാട് റൈഡുകളും പിന്നെ വീഡിയോ ഗെയിംസും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കയറിയതാണ്. പക്ഷെ ഇതെനിക്ക് ശരിക്കും പേടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണടച്ചിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് അത്രയും പേടിയുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങി വരാനും പറ്റില്ലല്ലോ. അപ്പോൾ ഈ കുലുക്കം മാത്രമേ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ കാര്യങ്ങൾ ഞാൻ കണ്ണടച്ചിരുന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മൾ അവിടെ തട്ടി വീണ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ അത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ബൈക്ക് അതുപോലെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു റീബൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 225 ആണ് കേട്ടോ ഒരാൾക്ക്. പിന്നെ അതിനുള്ള ഷോക്സും ഒക്കെ അവിടെ നിന്ന് അവർ തരും. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഗെയിമാണ് അത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഗെയിമാണ് കേട്ടോ അത്. ഇങ്ങനെ കാറ് ഇങ്ങനെ ഓടിക്കണത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കുറേ ടൂറിനൊക്കെ പോകുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ 3D ഫിലിം കാണുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാവുദ്ദീൻ അത്ഭുത വിളക്കില്ലേ, അതിൻ്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്ര എക്സ്പീരിയൻസ് ആയി തോന്നിയില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ റോളർ കാറ്, ടോപ്പ് ഡാൻസർ, അങ്ങനെ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇത് കണ്ടത്. അപ്പോൾ അവർ നന്നായി പേടിച്ച് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം തോന്നി. അങ്ങനെയാണ് കേട്ടോ ഇതിൽ കയറിയത്. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഒരാൾ നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ എന്താ വെച്ചെങ്കിൽ നമ്മളതിനെ ഒരു സൈക്കിൾ റിക്ഷയിൽ ഒരാളെ കൊണ്ടുപോകും. അയാളാണെങ്കിൽ കുന്നിൽ കൂടെ വെള്ളത്തിൽ കൂടെ പിന്നെ അങ്ങനെ തലകറങ്ങി വീഴുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ നമ്മുടെ സീറ്റും തിരിഞ്ഞ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. പേടിയാവുന്ന ചോദിച്ചില്ല, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഗെയിംസും കാര്യങ്ങളും എല്ലാം ഒരുപാടുണ്ട് അവിടെ. എനിക്ക് പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമാണ് ഞാനിതിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വന്ന ഒരു ദിവസം ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യണ അത്രയും ഗെയിംസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.